രണ്ട് കളി നന്നായിട്ട് കളിച്ചാൽ രണ്ട് കളി മോശമാകുന്നു. രാജസ്ഥാന്റെ അവസ്ഥ ഇങ്ങനെയാണ്. രാജസ്ഥാൻ ടീമിന് ഒരു സ്ഥിരതയില്ല. ഇന്ന് രാജസ്ഥാൻ തോൽക്കാൻ കാരണം ബാറ്റിംഗ് തന്നെയാണ്. ഇപ്പോഴത്തെ ഇന്ന് കളി ജയിച്ച് ഗുജറാത്ത് ക്യാപ്റ്റൻ ഗില്ല് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്ത് അങ്ങനെ കളി ജയിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ നാണം കെട്ട് തോറ്റു. ഗുജറാത്തിന്റെ ബൗളിംഗിന് മുന്നിൽ രാജസ്ഥാന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. രാജസ്ഥാൻ ഓൾ ഔട്ടായി. ഇന്ന് കളി ജയിച്ച ശേഷം ഗില്ല് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രാജസ്ഥാനെതിരെ ജയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. രാജസ്ഥാൻ ഇപ്പോൾ മികച്ച ഫോമിലാണ്. സഞ്ജു, ജയ്സ്വാൾ അടങ്ങുന്ന മികച്ച താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വലിയ പ്ലാനോട് കൂടിയാണ് കളത്തിലിറങ്ങിയത്. വിചാരിച്ചതുപോലെ തന്നെ ഇന്ന് സഞ്ജുവിനെ ഔട്ടാക്കാൻ സാധിച്ചു. സഞ്ജു കുറച്ചും കൂടി ഫോമായെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ കളി തോറ്റേനെ. ഓപ്പണിംഗിൽ ജയ്സ്വാളിനെ പുറത്താക്കിയതാണ് കളിയിലെ ബ്രേക്ക് ത്രൂ. ഇന്നത്തെ മാച്ച് ഞങ്ങൾ നല്ല കളി കാഴ്ചവെച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന മത്സരത്തിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് ശുഭ്മാൻ ഗില്ല് വ്യക്തമാക്കി. ശരിക്കും ഗുജറാത്ത് ടീമിന് രാജസ്ഥാനെ പേടിയായിരുന്നു. അതിന് കാരണം രാജസ്ഥാനെ കഴിഞ്ഞ രണ്ട് മാച്ചാണ്. രണ്ട് കളിയിലും മികച്ച വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. അതുപോലെ ഇന്ന് കളിച്ചുവെങ്കിൽ രാജസ്ഥാനെ ഉറപ്പായിട്ടും ജയിക്കാമായിരുന്നു. ഹെഡ്മേറും സഞ്ജുവും അല്ലാതെ ആരും തന്നെ കളിക്കുന്നില്ല. ജയ്സ്വാൾ ഇപ്പോൾ ഓപ്പണിംഗിൽ ഫ്ലോപ്പാണ്. പണ്ടൊക്കെ ജയ്സ്വാൾ നന്നായിട്ട് കളിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് രാജസ്ഥാന് കിട്ടുന്നില്ല. സഞ്ജു പരമാവധി നോക്കുന്നുണ്ട്. സഞ്ജു ഇന്ന് 41 റൺസാണ് അടിച്ചുകൂടിയത്. ബാക്കി ആരും തന്നെ ശരിക്ക് കളിച്ചില്ല. ബൗളിംഗിലാണെങ്കിൽ കുറച്ചും കൂടി പിഴവുകൾ വരുത്തി. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ രാജസ്ഥാൻ പ്ലേ ഓഫ് കാണില്ല. രാജസ്ഥാൻ ടീമിന് സ്ഥിരത ആവശ്യമാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ തിളങ്ങണം. അല്ലെങ്കിൽ രാജസ്ഥാൻ പുറത്താവുമെന്നത് ഉറപ്പാണ്. ഗുജറാത്ത് ഇന്ന് മികച്ച കളി തന്നെയാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.